ഞാൻ സൈദർപള്ളിയിലായിരുന്ന കാലം, അബ്ദു മുസ്തഫയൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പുള്ള കാലം, എൻ്റെ +2 പഠനകാലം. എപ്പോഴും കൂടെ 2 സുഹൃത്തുക്കൾ, എന്നേക്കാൾ 1-2 വയസ്സ് മുതിർന്നവരാ. നിജാദ്, മജീദ്. നമ്മുടെ ഗാങ്ങിൻ്റെ പേര് സ്മാർട്ട് ബോയ്സ്. തലശ്ശേരി ഞങ്ങളുടെ കൈവെള്ളയിലായിരുന്നു. ഒന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലായിരുന്നു. ബൈക്കിന് ബൈക്ക്, പണത്തിന് പണം, ചെലവ് മുഴുവൻ ഏറ്റെടുക്കാൻ ഒരാളും. മജീദ് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കുഞ്ഞുട്ടിയുടെ മകൻ. സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം കുഞ്ഞുട്ടി സൈദർപള്ളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോൾ ചായക്കട നടത്തുന്നു. പക്ഷേ അന്ന് മജീദ് തലശ്ശേരിൻ്റെ രാജകുമാരനായിരുന്നു. മജീദിൻ്റെ സ്വപ്നങ്ങളിലെ രാജകുമാരി ഫാത്തിമ. മുറുക്കി പിടിച്ചിരിക്കും പോലെ. ഓന്റെ പേരെന്താടാ? മജാഫ്. സ്ഥലം? തളാപ്പ്. ഓനെ വെറുതെ വിടാൻ പാടില്ല. നമുക്കോനെ പൊക്കണം. സൈദാർ പള്ളിയിലെ പെണ്ണിനെ അങ്ങനെ പുറത്തുനിന്ന് ഒരുത്തം വളക്കണ്ട. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നമ്മുടെ അങ്ങനെ സ്മാർട്ട് ബോയ്സ് എന്ന് വിളിച്ചിട്ട് എന്താ കാര്യം? അല്ലേ വിനോദേ? ശരിയാ, സ്മാർട്ട് ബോയ്സ് ഉള്ള പേര് മാറണം. ഒരുമാതിരി തൊട്ടി പേരല്ലേ? അതല്ല, ഓനെ പൊക്കുന്ന കാര്യം. ആ, കൃഷ്ണേട്ടാ, 3 കർച്ചീഫ് വേണം, വലുതെടുത്ത്. കർച്ചീഫ് മുറുക്ക കെട്ടിക്കോ, ആളെ അറിയാൻ പാടില്ല. പിന്നെ ഒബ്ലാം കെട്ടി അടി വീഴാൻ നോക്കിക്കോ. അതെവിടെയാ? തലേന്റെ പുറകിലടാ പന്നി. ഓ, ഓക്കെ 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 ഓക്കെ. തിണ്ടി വരുന്നുണ്ട്. ചെന്നിനായത്തിന്റെ വേരും മുട്ടയുടെ വെള്ളയും പിന്നെ എന്തൊക്കെയുണ്ട്, അതെല്ലാം കൂടെ ചേർത്തൊരു സവാരി ഗിരിഗിരിയുണ്ട്. ചതവിന് ബെസ്റ്റാ. ഹീറോയിസം കൂടിയപ്പോൾ രാവണപ്രഭുവിലെ ഡയലോഗും കുറെ കാശ് എറിഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ സ്വന്തം ഡ്രൈവിംഗ് ലൈസൻസ് എറിഞ്ഞു കൊടുത്തത് മജീദ് എറിഞ്ഞു. പക്ഷെ അന്നല്ല, പിറ്റേന്ന് മുബാറക് സ്കൂളിന് പുറകിൽ വെച്ച് അടി കിട്ടിയപ്പോൾ. ശരിക്കും കിട്ടിയ? അപ്പൊ ഫാത്തിമയുടെ കാര്യം? ഫാത്തിമയിലെ വേറെ വഴിക്ക് പോയി. നജാഫിനെ പിന്നെ അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല.
സേതരപള്ളിയിലേക്ക് വരാൻ പേടിയായിട്ടുണ്ടാവും. അപ്പോ ദഫ് മുട്ട് വടിയായി. സത്യം പറഞ്ഞ ഞാൻ എന്നോട് എൻ്റെ കൂട്ടുകാരോട് നന്ദി പറയേണ്ടവനാ. ഫാത്തിമ പോയതിനു ശേഷം ഞാൻ ഖദീജയായിട്ട് ലൈനാവുന്നത്. ആരാണവൾ? ചെമ്മീൻ ബിസിനസ്സുകാരൻ മൊയ്തൂട്ടിൻ്റെ മോള്. ഒറ്റ മോള്. ഓള് വന്നതിന് ശേഷമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ബൈക്ക് മാറ്റി, വീട് വാർത്തു, മാർബിൾ ഫ്ലോറിങ്, LCD TV. സ്നേഹം മാത്രം കൊടുത്താൽ മതി. ശരി, ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് സ്നേഹം കൊടുക്കാറേ. മച്ചേ, ഇവന്റെ കാര്യം നാളെ രാവിലെ 7:30 മണിക്ക് പ്രാക്ടീസ്. ആയിഷ. ഡാ, ആയിഷ വരുന്നടാ. ഓൾ ഇങ്ങോട്ടാണ് വരുന്നത്. തട്ടൊക്കെ ഇട്ട് വരുന്ന കണ്ടില്ലടിയാ, കൊല്ലാണ് അവള്. ഡാ, ഇങ്ങനത്തെ ഒരു പെണ്ണിനെ എന്നെ ഇഷ്ടാവൂടാ. ഇനി കാണാൻ കൊള്ളാവുന്ന പെമ്പിളാരുടെ കാമുകന്മാരെ കണ്ടില്ലേ? എന്താ തനി ഉളന്മാരായിരിക്കും. അപ്പൊ ഒരു ചാൻസ് ഉണ്ടല്ലേ? സമീപനം പാലിക്ക്. ഈശ്വര, എന്റെ തൊട്ട് പുറകെ തന്നെ വരണേ. ഒന്ന് സംസാരിക്കാൻ പറ്റണേ. ഞാൻ വേണമെങ്കിൽ ഒരു ഉദയാസ്തമന പൂജ. വേണ്ട, പൈസയാ. ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളാം. നിർമ്മലഗിരി കോളേജിലെ മാഷും മൊത്തം പിള്ളേരും ഉണ്ടല്ലോ. പടച്ചോനോട് ബാർഗൈൻ ചെയ്യുന്ന കേട്ടേരെ ഞാൻ വിചാരിച്ചത്. മാഷേ, മൂന്നാമത്തെ സ്റ്റേജിന്റെ അടുത്തുള്ള ക്യാൻറ്റീനിൽ തിരക്കുറവാ. അപ്പുറത്തെ ക്യാൻറ്റീനിൽ തിരക്കുറവാ. എല്ലാരും വന്നേ വന്നേ, വാ വാ വാ. അതെ അളിയ, അത് ഞാൻ അളിയ ക്ഷമ. നീ എന്താടാ സത്യമാഷ് പഠിക്കാ? കലോത്സവത്തിൽ പങ്കെടുക്കുന്ന പിള്ളേരുടെ പേര് വിവരം കമ്പ്യൂട്ടർ സൂക്ഷിക്കുന്ന പതിവുണ്ട് ഇപ്പം. അതിനെ മെയിൻ ആൾ എൻ്റെ ഒരു ചങ്ങായിയാണ്. ആടന്ന് കിട്ടിയതാണ് ഐഷേൻ്റെ ID പ്രൂഫ്. ശരിക്കും നോക്ക്. എടാ, ഈ പെണ്ണും പ്രേമൊന്നും ഒറ്റയ്ക്കിരുന്നായവർക്കൊന്നും അമ്മമാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ളതാ. ഓള് പയ്യനൊക്കെ ഓള് ജോഡിച്ചോർത്ത് കാണും. ദിനേശിന്റെ ബൈക്ക് എടുത്തോ, ചെല്ല്. ഒന്ന് വൃത്തിയായിട്ട് പോടുക.